നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പനമരത്ത് കാട്ടാനയുടെ വിളയാട്ടം. വയോധികൻ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് നിരോധനാജ്ഞ. ആനയെ പിടികൂടാൻ കുങ്കിയാനകളെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പൊതുസ്ഥാനാർത്ഥിയെ നിർത്താൻ ഗോത്ര കൂട്ടായ്മകളുടെ നീക്കം. തീരുമാനം 18-ന്. SSLC പരീക്ഷയ്ക്ക് നാളെ തുടക്കം. ജില്ലയിൽ 12,149 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. മാവോയിസ്റ്റ് നേതാവ് വെടിയേറ്റു മരിച്ച സംഭവം മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തും. ജില്ലാ കളക്ടർ AR രാജകുമാറിന് ചുമതല. പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടി. പിടിയിലായത് വൈത്തിരി തളിപ്പുഴ സ്വദേശി ഷാനിബ്. കുടിവെള്ളമില്ല. പ്രതിഷേധവുമായി വീട്ടമ്മമാർ. മാനന്തവാടി ചൂട്ടക്കടവിലെ വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയറുടെ ഓഫീസ് വീട്ടമ്മമാർ ഉപരോധിച്ചു. പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് സബ് കളക്ടറുടെ ഉറപ്പ്. വിശദാംശങ്ങളിലേക്ക്. പനമരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. പനമരം ആറുമട്ടംകുന്ന് കാളിയാർത്തോട്ടത്തിൽ രാഘവനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. 74 വയസ്സായിരുന്നു. തുടർന്ന് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ മരിച്ച രാഘവന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും പ്രദേശത്ത് വൈദ്യുതി കമ്പിവേലി സ്ഥാപിക്കാനും തീരുമാനമായി. രാവിലെ 7 മണിക്ക് പാൽ വിൽപ്പന കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ കാപ്പുംചാലിന് സമീപം വെച്ചാണ് ആറുമട്ടംകുന്ന് കാളിയാർത്തോട്ടത്തിൽ രാഘവനെ കാട്ടാന ആക്രമിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. 74 വയസ്സായിരുന്നു. പനമരം പോലീസ് സ്റ്റേഷനിലെ ASI സുരേഷിന്റെ പിതാവാണ് മരിച്ച രാഘവൻ. ആനയെ തുരത്താൻ ശ്രമിച്ച 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവർ പനമരം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ജനവാസ മേഖലയോട് ചേർന്നു തന്നെ കൊമ്പൻ നിലയുറപ്പിച്ചതിനാൽ പനമരം പഞ്ചായത്തിലെ ചെറുകാട്ടൂർ വില്ലേജിലെ കൈതക്കൽ, കാപ്പുംചാൽ, കൂളിവയൽ, കൊയിലേരി, ആറുവട്ടംകുന്ന് എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാനായി വയനാട്ടിലെ 3 ഫോറസ്റ്റ് ഡിവിഷനുകളും തീവ്ര ശ്രമം ആരംഭിച്ചു. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചതെന്ന് DFO അറിയിച്ചു. കാട്ടാനയെ മയക്കുവെടിവെച്ച് റേഡിയോ കോളർ ധരിപ്പിച്ച് കാട്ടിലേക്ക് അയക്കാൻ വനംമന്ത്രി നിർദ്ദേശം നൽകി. മരിച്ച രാഘവനും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകാനും വനംമന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഫോറസ്റ്റ് സർജൻ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി. സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ കാപ്പുംചാൽ ആറുമട്ടംകുന്ന് ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. ഭീതിതമായ അന്തരീക്ഷത്തിൽ റോഡ് ഉപരോധം കൂടിയായതോടെ ജില്ലാ അധികൃതർ ശരിക്കും വെള്ളം കുടിച്ചു. മാനന്തവാടി സബ് കളക്ടർ NSK ഉമേഷ്, നോർത്ത് DFO കീർത്തി, റേഞ്ചർ ഓഫീസർ KV രാജൻ എന്നിവർ സമരക്കാരുമായി ചർച്ച ചെയ്തതിനെ തുടർന്ന് മരണപ്പെട്ട രാഘവന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. കൂടാതെ കൈതക്കൽ, കാപ്പുംചാൽ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ വനംവകുപ്പ് വാച്ചർമാരെ നിയമിക്കും. വനാതിർത്തിയിൽ ഫെൻസിംഗ് സമ്പ്രദായം ഉടനെ നടപ്പിൽ വരുത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം പിൻവലിക്കുകയായിരുന്നു. ഡേഞ്ചർ ടു ഹ്യൂമൻ ലൈഫ് ആയതുകൊണ്ട് CRPC സെക്ഷൻ 144 പ്രകാരം ചെറുകാട്ടൂർ ആൻഡ് ചുറ്റുവട്ടമുള്ള 6 ഏരിയകളിൽ കൈതക്കൽ, ചെറുകാട്ടൂർ, കൊയിലേരി, ഗൂളിവയൽ, കാപ്പുംചാൽ, അരുമട്ടംകുന്ന് ഈ 6 സ്ഥലങ്ങളിലും സെക്ഷൻ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ജനങ്ങൾ ക്രൗഡായിട്ട് നിൽക്കാൻ പാടില്ല. അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു ഇൻസ്ട്രക്ഷനായിട്ട് നിർദ്ദേശമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതല്ലാതെ ഈ സാഹചര്യം ഉള്ളവരെ ഈ 144 ഉണ്ടാവും. ഇതിൻ്റെ ഓർഡർ ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കോപ്പി ചെയ്യും. വയനാട് വിഷൻ, പനമരം. ഗോത്രവർഗ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പൊതുസ്ഥാനാർത്ഥിയെ നിർത്താൻ നീക്കം. മണ്ഡലത്തിൽ 2.5 ലക്ഷത്തോളം വോട്ടുകൾ ഗോത്രവർഗ വിഭാഗങ്ങൾക്കുണ്ടെന്നാണ് കൂട്ടായ്മയുടെ അവകാശവാദം. സ്ഥാനാർത്ഥി തീരുമാനം ഈ മാസം 18-ന് ഉണ്ടാവുമെന്നും സൂചന. മണ്ഡലത്തിൽ ആദിവാസി വിഭാഗങ്ങളെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവഗണിക്കുന്ന സാഹചര്യത്തിലാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പൊതുസ്ഥാനാർത്ഥിയെ നിർത്താൻ ഗോത്രവർഗ കൂട്ടായ്മകളുടെ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് 2.5 ലക്ഷത്തോളം വോട്ടുകളുണ്ടെന്നാണ് കൂട്ടായ്മയുടെ അവകാശവാദം. ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ, സ്വജന സമുദായ സഭ, കേരള ആദിവാസി ഫോറം, ഗോത്ര SC/ST സംയുക്ത സമിതി, കാട്ടുനായ്ക്ക സമുദായ സഭ എന്നീ സംഘടനകളാണ് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്നത്. ഈ മാസം 18-ന് തൃശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനതല യോഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഗോത്ര സംസ്ഥാന ചെയർമാൻ ബിജു കാക്കത്തോട് പറയുന്നത്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം
മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരിക്കലും പിന്നോക്കപാതപ്പെട്ട ആദിവാസി ദളിത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികളും മുഖ്യധാര രാഷ്ട്രീയമായിട്ടുള്ള കക്ഷികൾ അതിന് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 5 ലക്ഷത്തോളം വോട്ടുള്ള വയനാട് മണ്ഡലത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നും ഒരു പൊതു സ്ഥാനാർത്ഥി നിർത്താനുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ ഒത്തിരി സംഘടനകൾ നമ്മളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആദിവാസി വിഭാഗങ്ങളെയും ദളിത് സമുദായത്തിനെയും പൂർണ്ണമായിട്ടും പിന്തള്ളിക്കൊണ്ട് പൊതു സ്ഥാനാർത്ഥികളെ മറ്റു കാറ്റഗറിയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്താനുള്ളൊരു ശ്രമമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള രീതിയിൽ ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുകൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രം ആദിവാസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നുള്ള അവരുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് അംഗീകരിക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിർത്തുന്ന കാര്യം ആലോചനയിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമ്പോഴും കേരളത്തിൽ മാത്രമാണ് ഈ ഒരു സാഹചര്യം നിലവിലില്ലാത്തത്. അതുകൊണ്ട് ഈ മുന്നണികൾ എല്ലാം തന്നെ ഇത് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ദുർബല ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ട പരിഗണന നൽകണം. ഇല്ലാത്ത പക്ഷം ആദിവാസി സംഘടനകൾ, ദളിത് ആദിവാസി സംഘടനകളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരു പൊതു സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ട ശ്രമങ്ങൾ ഊർജിതമായി നമ്മൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോത്രവർഗ കൂട്ടായ്മയും കൂടി ഇത്തവണ സ്ഥാനാർത്ഥിയുമായി രംഗത്തു വന്നാൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പോരാട്ടം കനക്കുമെന്നതിൽ സംശയമില്ല. വയനാട് വിഷൻ, ബത്തേരി. SSLC പരീക്ഷകൾക്ക് നാളെ തുടക്കം. 6108 ആൺകുട്ടികളും 6041 പെൺകുട്ടികളും ഉൾപ്പെടെ 12149 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നത് മീനങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളാണ്. കുറവ് തൃക്കൈപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂളും. നാളെ ആരംഭിക്കുന്ന SSLC പരീക്ഷയിൽ ഇത്തവണ ജില്ലയിൽ 12149 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 6108 ആൺകുട്ടികളും 6041 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത്. ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും 6967ഉം എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും 4753ഉം അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നായി 226 വിദ്യാർത്ഥികളുമാണ് SSLC പരീക്ഷ ഇത്തവണ എഴുതുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 41 വിദ്യാർത്ഥികൾ കൂടുതലായി പരീക്ഷ എഴുതുന്നുണ്ട്. പരീക്ഷ എഴുതുന്ന 12149 വിദ്യാർത്ഥികളിൽ 2561 പേർ പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. 584 വിദ്യാർത്ഥികൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തുന്നത് മീനങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളാണ്. 224 ആൺകുട്ടികളും 181 പെൺകുട്ടികളും ഉൾപ്പെടെ 405 വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്നും SSLC പരീക്ഷ എഴുതുന്നത്. 7 ആൺകുട്ടികളും 14 പെൺകുട്ടികളും ഉൾപ്പെടെ 21 പേർ പരീക്ഷ എഴുതുന്ന തൃക്കൈപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂളാണ് ഏറ്റവും കുറവ് കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ ആരംഭിക്കുന്നത്. ഈ മാസം 28-ന് പരീക്ഷ അവസാനിക്കും. വയനാട് വിഷൻ, ബത്തേരി. വൈത്തിരി ഉപവൻ റിസോർട്ടിൽ മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ വെടിയേറ്റ് മരിച്ച സംഭവം മജിസ്റ്റീരിയൽ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ AR അജയകുമാറിനെ ചുമതലപ്പെടുത്തി. സംസ്ഥാന പോലീസ് മേധാവിയുടെ അഭ്യർത്ഥന പ്രകാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി സുബ്രതോ ബിശ്വാസാണ് ഉത്തരവിറക്കിയത്. CP ജലീൽ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ മജിസ്റ്റീരിയൽ തലത്തിലുള്ള അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ 6-ന് രാത്രിയാണ് മാവോയിസ്റ്റ് കബനിദളം നേതാവ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി CP ജലീൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടി. നിരവധി കവർച്ചാ കേസിലെ പ്രതിയായ വൈത്തിരി തളിപ്പുഴ ലക്ഷംവീട് കോളനിയിലെ അബുവിന്റെ മകൻ ഷാനിബിനെയാണ് ഇന്ന് പുലർച്ചെ വൈത്തിരി കോളിച്ചാൽ ഫോറസ്റ്റിലെ ഷെഡിൽ നിന്നും പോലീസ് പിടികൂടിയത്. കൽപ്പറ്റ ഇൻസ്പെക്ടർ സജു, ASI ബിനു മോഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജ്യോതിരാജ്, ഷാലു ഫ്രാൻസിസ്, വിപിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഞായറാഴ്ച രാത്രിയിലാണ് ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ശുദ്ധജല വിതരണം നിലച്ച ആഴ്ചകൾ കഴിഞ്ഞിട്ടും നടപടിയില്ല. പ്രതിഷേധവുമായി വീട്ടമ്മമാർ. മാനന്തവാടി ക്ലബ്ബ് കുന്ന് കൊണിയൻമുക്ക് പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരാണ് മാനന്തവാടി ചൂട്ടക്കടവിലെ വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചത്. പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് സബ് കളക്ടർ അറിയിച്ചതോടെയാണ് ഇവർ സമരം അവസാനിപ്പിക്കാൻ തയ്യാറായത്. വാട്ടർ അതോറിറ്റി ജീവനക്കാർ നീതി പാലിക്കുക, മനുഷ്യത്വപരമായി പെരുമാറുക.
മാനന്തവാടി ടൗൺ ക്ലബ്ബുകുന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എടവക ഗ്രാമപഞ്ചായത്തിലെ കൊണിയൻമുക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും നടപടി ഇല്ലാത്തതിനാലാണ് വീട്ടമ്മമാരും കുട്ടികളും അടക്കമുള്ളവർ സമരവുമായി രംഗത്തെത്തിയത്. ക്ലബ്ബുകുന്ന് കൊണിയൻമുക്ക് പ്രദേശത്തുകാർ ഇന്ന് മാനന്തവാടി ചൂട്ടക്കടവിലെ വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചു. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ഉപരോധ സമരം ചർച്ചയെ തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിപ്പിച്ചു. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിലെ വീട്ടമ്മമാരുടെ സമരത്തെ തുടർന്ന് സബ് കളക്ടർ NSK ഉമേഷ് ഇടപെടുകയും വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുമായി സബ് കളക്ടർ ഫോണിൽ ബന്ധപ്പെടുകയും ശുദ്ധജല വിതരണത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്ന് വീട്ടമ്മമാരുടെ ഉപരോധ സമരം അവസാനിപ്പിക്കുകയുമായിരുന്നു. ക്ലബ്ബുകുന്നിൽ വാട്ടർ ടാങ്ക് വഴി കുടിവെള്ളം എത്തിക്കുമെന്നും ശുദ്ധജല വിതരണം അടുത്ത ദിവസം തന്നെ പുനഃസ്ഥാപിക്കാമെന്ന ഉറപ്പും അധികൃതർ നൽകി. ഇടവക കൊടിയൻമുക്കിലെ പൊട്ടിയ പൈപ്പ് റിപ്പയർ ചെയ്ത് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കും. മാനന്തവാടിയിലും പരിസരങ്ങളിലും ആഴ്ചകളായി ശുദ്ധജല വിതരണം മുടങ്ങിയതോടെ വീട്ടുകാരും വ്യാപാരികളും ഹോട്ടൽ നടത്തിപ്പുകാരും ദുരിതത്തിലായി. വെള്ളം ലഭിക്കാതായതോടെ പല ഹോട്ടലുകളും അടച്ചിടുകയും ചെയ്തു. മാനന്തവാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും ശുദ്ധജലമില്ലാതായതോടെ യാത്രക്കാർ അടക്കമുള്ളവർ ദുരിതത്തിലായി. വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധ സമരത്തിന് മാനന്തവാടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശോഭാരാജൻ, മുഹമ്മദ് ആസിഫ്, സരോജിനി ബാലമുരുകൻ, രാജൻ, ചെമ്പൻ അസ്മ, ചക്കര സമീറ, സൗജത്ത്, തൊട്ടിക്കണ്ടി സുബൈദ, അരിപ്പയിൽ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. 8 ദിവസമായി വെള്ളമില്ലാത്ത 8 ദിവസമായി ഞങ്ങൾ ഇവിടെ വരുന്നത്. ഓരോ ദിവസം വരുമ്പോഴും പറയും ഇവരിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊണിയമുക്കിലുള്ളവർ പറഞ്ഞതുപോലെ തന്നെ പൈപ്പ് പൊട്ടിയത് കൊണ്ടാണ് ഇപ്പം നന്നാക്കും, ഇന്ന് നന്നാക്കും, നാളെ നന്നാക്കുന്നു. ഇന്നലെ ഞങ്ങൾ കൗൺസിലർമാരടക്കം ഇവിടെ വന്നു. എന്നിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി തൊട്ട് വെള്ളം അടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയതാ. ഇന്നലെ രാത്രി പോയിട്ട് ഇപ്പോഴും വെള്ളം 8 ഇന്നേ 9ാമത്തെ ദിവസം. ഇവിടെ ഓരോ ഓഫീസറും എപ്പോൾ വന്നാലും ഏ ഉണ്ടാവില്ല. 11 മണി 12 മണി കഴിഞ്ഞാലും ഏ ഇല്ല. ഈ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്ത് ടാങ്ക് ഫുള്ളാക്കി വെള്ളം അടിച്ചു തരുമെന്ന്. വെള്ളം കിട്ടാതെ അവിടെ വെള്ളം ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ട് ഭയങ്കരമായിട്ട് ലീക്ക് ചെയ്യാണ് ഒരാഴ്ചയായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് വെള്ളം കിട്ടാണ്ട് ഇപ്പൊ ലീക്ക് അടക്കലൊന്നും അല്ലല്ലോ ഞങ്ങളെ പണി. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. വടക്കനാട് കൊമ്പനെ പിടിച്ചിട്ടും കാട്ടാന ശല്യം തീരാതെ വടക്കനാട്ടുകാർ. കഴിഞ്ഞ രാത്രിയിൽ വടക്കനാട്ട് വെള്ളക്കെട്ട് ഗോപിനാഥൻ, ജയമണി, അപ്പുക്കുട്ടൻ എന്നിവരുടെ തെങ്ങ്, വാഴ, കാപ്പി, കവുങ്ങ് തുടങ്ങിയ വിളകളാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചത്. സമീപത്തെ വനത്തിൽ നിന്നും പുലർച്ചെ 2 മണിയോടെയാണ് കാട്ടാന കൃഷിയിടത്തിലിറങ്ങിയത്. പ്രദേശത്ത് മാസങ്ങളായി വ്യാപക കൃഷിനാശം വരുത്തിയ വടക്കനാട് കൊമ്പനെ വനം വകുപ്പ് പിടികൂടിയ ദിവസം രാത്രി തന്നെയാണ് പ്രദേശത്ത് മറ്റൊരു കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തിയിരിക്കുന്നത്. ഞങ്ങൾ കുറേ ആശ്വസിച്ചു. ഇപ്പോൾ രണ്ടാമതൊരു കൊമ്പനും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ആകെ സ്വീപ്പായിട്ടുണ്ട്. ഇവിടെ ആകുമ്പോഴേക്ക് ആന എത്തിക്കഴിഞ്ഞു. ഞങ്ങളെങ്ങനെ ജീവിക്കുന്ന ഒരു ഒരുപാട് പറ്റുന്നില്ല. ഇനി സർക്കാരിൻ്റെ തന്നെ ഒരു ആനുകൂല്യം ചെയ്തേ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കർഷകരെ സംരക്ഷിക്കുന്നതിനായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ട്രേറ്റിലേക്ക് വിലാപയാത്രയും ധർണയും നടത്തി. സഫാസി നിയമത്തിൽ നിന്ന് കർഷകരെ ഒഴിവാക്കുക, വന്യമൃഗശല്യത്തിന് ഉടൻ പരിഹാരം കാണുക, പ്രളയക്കെടുതി അനുഭവിക്കുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിലാപയാത്ര നടത്തിയത്. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോഷി സിറിയക് അധ്യക്ഷനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാഴ്ചപ്പാടിൽ പോലും 1.5 കോടി രൂപയാണ് കേരള സർക്കാർ വിതരണം ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള കൃഷിക്കാരൻ്റെ നഷ്ടപ്പെട്ടു പോയ കൃഷിയെ സംബന്ധിച്ച് എവിടെയാണ് പ്രതിപാദിക്കുന്നത്? ഒരു സർക്കാരുകൾക്കും കൃഷിക്കാരൻ്റെ രോദനം, ഇവിടുത്തെ അപ്പം തരുന്ന കൃഷിക്കാരനെ തിരിച്ചറിയാത്ത സർക്കാർ പിന്നെ എങ്ങോട്ടാണ് ഇനി പോകുന്നത്? അതോടൊപ്പം തന്നെയാണ് വന്യമൃഗശല്യം. കാടും നാടും തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് വന്യമൃഗശല്യം കൽപ്പറ്റയിൽ പോലും പുലിയിറങ്ങിയിരിക്കുന്ന ഈ സിവിൽ സ്റ്റേഷനിൽ നമ്മുടെ ഈ നിൽക്കുന്ന ഇവിടുത്തെ CCTV ക്യാമറയിൽ പുലി വന്നതിൻ്റെ ചിത്രം വന്നില്ലേ? അതൊന്ന് നിയന്ത്രിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നയങ്ങൾക്കെതിരെ BSNL ഓഫീസിലേക്ക് കേരള പ്രവാസി സംഘം പ്രതിഷേധ മാർച്ച് നടത്തി. തിരിച്ചുവന്ന പ്രവാസികളുടെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കുക, കേരള പ്രവാസി ക്ഷേമനിധി ബോർഡിലേക്ക് കേന്ദ്രവിഹിതം അനുവദിക്കുക, കേന്ദ്ര സർക്കാർ പ്രവാസി വിരുദ്ധ സമീപനം അവസാനിപ്പിക്കുക, സമഗ്ര കുടിയേറ്റ നിയമം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് കൽപ്പറ്റ നിയോജകമണ്ഡലം MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം വയനാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് KT അലി അധ്യക്ഷനായിരുന്നു.
കേരള ഗവൺമെൻറ് നിയമസഭയിലെല്ലാം സംസാരിച്ച് എല്ലാവരും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. പെട്ടെന്നൊരു കാര്യത്തിന് വന്ന് തിരിച്ചു പോണ്ടി വന്നാൽ വലിയ ഫ്ലൈറ്റ് ചാർജാണ് ഈടാക്കുന്നത്. നോർമൽ ചാർജിൻ്റെ ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയൊക്കെ ഈടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്കൊന്ന് വരണം വിചാരിച്ചാൽ അതുപോലും പ്രയാസമുള്ള ഒരു വിഭാഗമായിട്ട് മാറുകയാണ്. ഒരു അത്യാവശ്യ കാര്യത്തിന് വീട്ടിലൊരു അത്യാവശ്യ കാര്യമുണ്ട്, നാട്ടിലൊരു അത്യാവശ്യ കാര്യമുണ്ട്, പെട്ടെന്നൊന്ന് വരണം. അങ്ങനെ ആഗ്രഹിച്ചാൽ വരാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇപ്പോഴും പ്രവാസികളുണ്ട്. അവർക്കൊക്കെ വലിയ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രവാസി പറഞ്ഞ ആളുകളുടെ ധാരണ വലിയ പൈസയുള്ള ആൾക്കാരാണ്. അതൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ജീവിക്കാൻ വേണ്ടി വലിയ പ്രയാസം അവിടെ അനുഭവിക്കുന്നുണ്ട്, നാടിന് വേണ്ടി സംഭാവന ചെയ്യുന്നുണ്ട്. ഇതാണ് നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിലൊന്നും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നില്ല. പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല. തവിഞ്ഞാൽ പഞ്ചായത്തിലെ 41 മൈൽ മേലെ വരയാലുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നത്. പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച ചപ്പാത്ത് അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചതെന്ന ആക്ഷേപവും പ്രദേശവാസികൾക്കുണ്ട്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ വരയാൽ 41 മൈൽ മേലെ വരയാലുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നത്. 8 മാസക്കാലമായിട്ടും ഇത് പുതുക്കി പണിയാൻ നടപടി ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പാലത്തിന് സമാന്തരമായി ഒരു ചപ്പാത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ വെള്ളം പരന്നൊഴുകുന്നിടത്താണ് 2 മൺ പൈപ്പ് നിരത്തി വെള്ളത്തിന്റെ ഒഴുക്കിനെ ഒതുക്കിയിരിക്കുകയാണ്. ആവശ്യത്തിന് വീതിയോ പൊക്കമോ ഇല്ലാതെയും സൈഡ് ഭിത്തി ഇല്ലാതെയുമാണ് ചപ്പാത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുമൂലം മണ്ണിടിഞ്ഞ് തുടർന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ പുഴയുടെ നീരൊഴുക്കിനെ ആശ്രയിച്ചാണ് താഴെ ഭാഗങ്ങളിലെല്ലാം കൃഷി നടക്കുന്നത്. വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ കൃഷിക്കാർക്ക് വെള്ളത്തിന്റെ ലഭ്യത തീരെ കുറവാണ്. ഒരു വാഹനം പോലും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ഒതുക്കിയിരിക്കുന്നത്. വെള്ളത്തിന്റെ തിക്ക് വന്നു കഴിഞ്ഞാൽ ഇട്ട മണ്ണും ഒലിച്ചു പോവുകയും, അതുപോലെ തന്നെ ഇവിടെ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഈ നെൽകൃഷിയിലേക്ക് ഇവിടെ നിന്നും വെള്ളം എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ നെൽകൃഷിയിലേക്ക് വെള്ളം വിനിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലും ഈ പാലം അവർ ഒതുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഫണ്ടുകൾ അനുവദിച്ചതിന് അതിന് സൈഡ് കെട്ട് നിർബന്ധമായും കെട്ടിത്തന്നില്ലെങ്കിൽ അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആയിപ്പോവും. ഇക്കഴിഞ്ഞ മഴക്കാല ആരംഭത്തിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ അക്കരെ ഇക്കരെ വടം കെട്ടിയാണ് പുഴയുടെ ഈ ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തകർ കുട്ടിയുടെ മൃതശരീരം കണ്ടെടുത്തത്. ചപ്പാത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നും തകർന്ന പാലത്തിന്റെ പുനർനിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിച്ച പ്രദേശത്തെ ജനങ്ങളുടെ യാത്ര പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ പഴയ പാലം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. അത് കഴിയുന്നതും എത്രയും പെട്ടെന്ന് ഒന്ന് പുനർനിർമ്മിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഗതാഗത യോഗ്യമാക്കി തീർക്കണം. അതേപോലെ തന്നെ ഇപ്പം നിലവിലിട്ടിരിക്കുന്ന പൈപ്പിൻ്റെ 2 സൈഡിലും മണ്ണിട്ട് ആ പൈപ്പ് അടഞ്ഞൊരു പ്രതീതിയുള്ളത്. അപ്പോൾ തുടർന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം പോകാത്ത ബ്ലോക്കായി നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഉടനെ തന്നെ കെട്ടിയിട്ടില്ലെങ്കിൽ ഈ കൃഷി ചെയ്യുന്നവർക്ക് പിന്നെ വെള്ളം കിട്ടാണ്ടും വരും. അതുപോലെ തന്നെ ഒരു ചെറിയ മഴ പെയ്താൽ കംപ്ലീറ്റ് മണ്ണും 2 സൈഡിൽ നിന്ന് കുത്തി ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ നിലവിൽ പിന്നീട് ആ പൈപ്പിട്ട ഭാഗം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയി വരിക ചെയ്യുന്നത്. വയനാട് വിഷൻ, വാളാട്. വെസ്റ്റേൺ ഘട്ട് ഓർഗാനിക് ഫാമേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരി അമ്മായിപ്പാലം ഗ്രാമീണ കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ ജൈവ ഉൽപ്പന്നങ്ങളുടെ ആഴ്ച ചന്ത ആരംഭിച്ചു. ചന്തയുടെ ഉദ്ഘാടനം മാർക്കറ്റ് സെക്രട്ടറി മധു ജോർജ് മത്തായി നിർവഹിച്ചു. ജോസ് പോത്തുകെട്ടി അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ശുപാർശ ചെയ്യുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാണ് വിൽപ്പന നടത്തുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അത്തരത്തിൽ ഓരോ ഗ്രാമങ്ങളെ 3 വർഷം കൊണ്ട് ഓർഗാനിക്കാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ നിർദ്ദേശം. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കർഷകരുടെ 4 റൗണ്ട് ഞങ്ങൾ ഈ കൃഷിയിടവും ഈ സ്ഥലങ്ങളും പോയി കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ പച്ചക്കറികൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയിരിക്കുന്നത്. എല്ലാവരും സ്വന്തമായിട്ട് പച്ചക്കറി ഉൽപ്പാദനം ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും സർക്കാരിൻ്റെ ഈ 2 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട്, 2.5 കൊല്ലം പ്രവർത്തനം കൊണ്ട് ഒരു കൃഷിക്കാർക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. പൊതുജനങ്ങൾക്കായി വിഷരഹിത പച്ചക്കറി ഒരുക്കി ബത്തേരി കാർഷിക മൊത്ത വിപണന കേന്ദ്രം. തികച്ചും ജൈവ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന പച്ചക്കറികൾ ആളുകൾക്ക് നേരിട്ട് കണ്ടു വാങ്ങാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അമ്മായിപ്പാലം ഗ്രാമീണ കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തോട് ചേർന്നുള്ള കൃഷിയിടത്തിലാണ് വിഷരഹിതമായ പച്ചക്കറികൾ വിള ചെയ്തിരിക്കുന്നത്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. ക്യാബേജ്, ബ്രൊക്കോളി, വഴുതനങ്ങ, തക്കാളി, പച്ചമുളക്, ചോളം തുടങ്ങി അനവധി പച്ചക്കറികളാണ് പാകമായിരിക്കുന്നത്. ആളുകൾക്ക് ഇവിടെ എത്തി പച്ചക്കറികൾ നേരിട്ട് കണ്ട് വാങ്ങാമെന്നതാണ് പ്രത്യേകത. മാർക്കറ്റ് സെക്രട്ടറി മധു ജോർജ് മത്തായിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജീവനക്കാരാണ് ഇത്തരമൊരു കൃഷിയിറക്കി തുടക്കം കുറിച്ചിരിക്കുന്നത്. ബത്തേരി ഹോൾസെയിൽ മാർക്കറ്റിലാണ് ആൾക്കാർക്ക് വന്ന് പച്ചക്കറി, ക്യാബേജ്, കോളിഫ്ലവർ, മുളക്, വഴുതന ഫീൽഡ് കണ്ട് യഥാർത്ഥമായിട്ട് ജൈവ കൃഷിയിൽ കീടനാശിനി ഉപയോഗിക്കാതെ ഉള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ വന്ന് കണ്ട് ഫീൽഡിൽ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കാവുന്നതാണ്.
യഥാർത്ഥമായിട്ട് ജൈവ കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് കണ്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രം മേടിച്ചാൽ മതി. ഇത് 100% വിഷരഹിതമാണ്. വയനാട് വിഷൻ ബത്തേരി. സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചില്ലെങ്കിലും സീറ്റ് കോൺഗ്രസിനെന്ന് ഉറപ്പിച്ച് മേപ്പാടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പാർട്ടി ചിഹ്നമായ കൈപ്പത്തിയുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇവർ തുടക്കം കുറിച്ചു. പാർട്ടി ചിഹ്നം പതിച്ച പ്ലക്കാർഡുകൾ ടൗണിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു തുടക്കം. കോൺഗ്രസിന്റെ സീറ്റാണെങ്കിലും 3ാം സീറ്റിന് മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചതോടെ പ്രവർത്തകർക്കിടയിൽ അനിശ്ചിതത്വമായിരുന്നു. ഷാനിമോൾ ഉസ്മാൻ, ടി സിദ്ദിഖ് എന്നിവരാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉള്ളതെന്ന് സൂചനയുണ്ട്. ത്രിമാന ചിത്രങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഒരുക്കി തൃശ്ശിലേരി സ്വദേശി ജിജി ജോസഫ്. റോഡുകൾ ത്രിമാനമാക്കുമെന്ന വാർത്ത കണ്ടതു മുതലാണ് പെയിന്റിംഗ് തൊഴിലാളി കൂടിയായ ജിജി ഈ രംഗത്തേക്ക് എത്തിയത്. പെയിന്റിംഗ് തൊഴിലാളിയായ ജിജി പഠനകാലം മുതലേ ചിത്രം വരയ്ക്കുകയും നിരവധി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡുകളിലെ സീബ്ര ലൈനുകൾ ത്രിമാനമാക്കുമെന്ന വാർത്തയെ തുടർന്നാണ് ജിജി 2 മാസം മുമ്പ് ഈ രംഗത്തേക്ക് കടക്കുന്നത്. തുടർന്ന് യൂട്യൂബിൽ നിന്നും ശേഖരിച്ച നിരവധി വിവരങ്ങളും പ്രോത്സാഹനമായി മാറി. ഇത് ഈ റോഡിൽ ഈയിടെ ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, സീബ്ര ലൈൻ 3Dയിൽ ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ അത് ഞാൻ കണ്ടു. അപ്പോൾ അതിലൊരു കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു താല്പര്യം തോന്നി. പിന്നെ ഞാൻ വെറുതെ അതിൻ്റെ യൂട്യൂബ് ചിത്രങ്ങളൊക്കെ നോക്കി. ജസ്റ്റ് ഞാനൊരു ഗ്ലാസ് ഗോളം കണ്ട് അത് ഫസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊരു നല്ല ഭംഗി തോന്നി. അപ്പോൾ അതങ്ങനെ ഞാൻ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്നൊരു പ്രോത്സാഹനം, പിന്നെ പല സാധനങ്ങൾ എടുത്തു വെച്ച്, ഉദാഹരണത്തിന് തേങ്ങാമുറി. പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം വരച്ച ചിത്രം കണ്ട് സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ അഭിനന്ദനം അറിയിച്ചതോടെ ത്രിമാന ചിത്രങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. തേങ്ങമുറി, പേസ്റ്റ് ട്യൂബ് തുടങ്ങിയ വിവിധ രൂപങ്ങൾ എടുത്തുവെച്ചാണ് രചന നടത്തുന്നത്. വരച്ചു കഴിയുമ്പോൾ കാഴ്ചക്കാർക്ക് ഒറിജിനൽ ഏത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഫൈബർ കാസ്റ്റൽ പെൻസിൽ, കളർ പെൻസിൽ, വിവിധ നിറത്തിലുള്ള സ്കെച്ച് പെന്നുകൾ എന്നിവ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. 2 മാസത്തിനിടെ 37ഓളം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. പെയിന്റിംഗ് ജോലി കഴിഞ്ഞ് ഒഴിവു വരുന്ന സമയങ്ങളിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇളയമകൻ തൃശ്ശിലേരി GVHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അലനും നല്ല ഒരു ചിത്രകാരൻ കൂടിയാണ്. ഭാര്യ ബിൻസിയും മകൻ അബിനും ജിജിക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. എടവക പാണ്ടിക്കടവ് ശ്രീ പള്ളിയറ ഭഗവതി ക്ഷേത്ര പാട്ട് മഹോത്സവത്തിന്റെ 3ാം ദിവസമായ ഇന്നലെ കിരാതമൂർത്തിക്ക് തേങ്ങയേറും കളമെഴുത്തും പാട്ടും ഭദ്രകാളി ദേവിക്ക് കളമെഴുത്തും പാട്ടും നടത്തി. പതിവ് പൂജകൾക്ക് പുറമെ തോറ്റം, കുറയിടൽ, ഉച്ചപ്പാട്ട്, അന്നദാനം എന്നിവയും ദീപാരാധനയ്ക്ക് ശേഷം സന്ധ്യാവേല, അത്താഴപൂജ, മുല്ലയ്ക്കാപ്പാട്ടിന് എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. ഇന്ന് പതിവ് പൂജകൾക്ക് ശേഷം വൈകുന്നേരത്തോടെ പാണ്ടിക്കടവ് ജിനരാജ തരകൻ എന്നിവരുടെ വീട്ടിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും തിരുവായുധം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. നാളെ ചാമുണ്ടേശ്വരി ദേവിക്ക് കളമെഴുത്തും പാട്ടും നടക്കും. വെള്ളമുണ്ട WMO ഇംഗ്ലീഷ് അക്കാദമിയിൽ UKG വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് റജീന റാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഐഷാദ് തബസ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പ്രേമലത, സന്ധ്യ, സ്മിത എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ജനസംഖ്യ, കൃഷി, ആദിവാസി കോളനികൾ, മറ്റ് സാമ്പത്തിക മേഖലകൾ തുടങ്ങി വൈത്തിരി താലൂക്കിൽ നിന്നും ശേഖരിച്ച സ്ഥിതി വിവരങ്ങൾ ക്രോഡീകരിച്ച വെബ് പോർട്ടൽ മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. വൈത്തിരി സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ശേഖരിച്ച സ്ഥിതി വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PV മാത്യുവിന് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു. അടിസ്ഥാന സ്ഥിതി വിവരങ്ങൾ പ്രാദേശിക വികസനത്തിന് എന്ന ലക്ഷ്യത്തോടെയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ജ്യോതി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ് അധ്യക്ഷനായി. ജില്ലാ സ്ഥിതി വിവരക്കണക്ക് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ EV പ്രേമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ ദിവസവും മേപ്പാടിയൊക്കെ മുമ്പ് ഈ പ്രൈസ് കളക്ട് ചെയ്ത് സെൻറ്റർ കാരണം പ്ലാന്റേഷൻ എസ്റ്റേറ്റ് കൂടുതലുള്ള എന്നതിൽ ഇപ്പം കൽപ്പറ്റയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ ദിവസവും 12 മണിക്ക് മുമ്പേ ആ ദിവസത്തെ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില ശേഖരിച്ച് വൈകുന്നേരം 4 മണിക്ക് മുമ്പ്
ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെയും CM-ന്റെയും മേശപ്പുറത്ത് എത്തണമെന്നാണ്. അവർ നോക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് അവർ നോക്കുക. അതുമാത്രമല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ തുടങ്ങി 2001 മുതൽ 2001 മുതൽ ജനകീയാസൂത്രണ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെന്റിനോട് ഈ പദ്ധതി ആസൂത്രണത്തിന്, സംസ്ഥാനതല പദ്ധതി ആസൂത്രണത്തിന് അല്ലെങ്കിൽ നാഷണൽ ലെവൽ പദ്ധതി ആസൂത്രണത്തിനുമുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പനമരത്ത് കാട്ടാനയുടെ വിളയാട്ടം, വയോധികൻ കൊല്ലപ്പെട്ടു, പ്രദേശത്ത് നിരോധനാജ്ഞ, ആനയെ പിടികൂടാൻ കുങ്കിയാനകളെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പൊതുസ്ഥാനാർത്ഥിയെ നിർത്താൻ ഗോത്ര കൂട്ടായ്മകളുടെ നീക്കം, തീരുമാനം 18-ന്. SSLC പരീക്ഷയ്ക്ക് നാളെ തുടക്കം. ജില്ലയിൽ 12,149 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. മാവോയിസ്റ്റ് നേതാവ് വെടിയേറ്റു മരിച്ച സംഭവം മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തും. ജില്ലാ കലക്ടർ AR രാജകുമാറിന് ചുമതല. പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടി. പിടിയിലായത് വൈത്തിരി തളിപ്പുഴ സ്വദേശി ഷാനിബ്. കുടിവെള്ളമില്ല, പ്രതിഷേധവുമായി വീട്ടമ്മമാർ. മാനന്തവാടി ചൂട്ടക്കടവിലെ വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയറുടെ ഓഫീസ് വീട്ടമ്മമാർ ഉപരോധിച്ചു. പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് സബ് കലക്ടറുടെ ഉറപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.